Yes, Banting India Limited here. Sure. May I know who is speaking, please? Oh, kindly hold on a second, please. Tulasi, phone. ആരാ ചേച്ചി? ഹസ്ബൻഡാ? ഞാൻ ക്യാൻറ്റീനിൽ പോയിരിക്കാന്ന് പറയായിരുന്നില്ലേ ചേച്ചി? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്താ വിവരം എന്ന് ചോദിക്കൂ. ഹലോ, ഞാൻ തുളസിയാണ്. അയ്യോ അല്ല, ജോലി ചെയ്യുന്നിടത്തുനിന്ന് വേഗം വരികയായിരുന്നു. ഇല്ല ഇല്ല ഇല്ലെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറയാ. എന്റെ ഈശ്വര, ഇത് ഓഫീസാണ് രാജേട്ടാ. ഈശ്വരനെ ഓർത്ത് പ്ലീസ്. 5 മണിക്ക് ഓഫീസ് വിടും. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തില്ലേ? എന്നിട്ട് ചോദിക്കേ എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യായിക്കൂടെ? എനിക്ക് വയ്യ. ഇതിലും ഭേദമായിട്ട് 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോടൊക്കെല്ലോ കോപ്പി. നാണാവൂലേ ഇത്രയും സമയം എടുത്തിട്ട് ഒടുവിൽ ഇതും കൊണ്ട് എന്റെ അടുത്തേക്ക് വരാൻ? പൊയ്ക്കോളൂ. ആരെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോഴേക്കും നിന്ന് ചിണും. ആണുങ്ങളായ ഒരു തന്റെ ഇടമൊക്കെ വേണ്ട. അല്ലെങ്കിൽ വഴക്ക് പറയിപ്പിക്കാതിരിക്കാൻ നോക്കണം. അതിനുള്ളൊരു മിടുക്കെങ്കിലും വേണം. എന്റെ ഉണ്ണി, താനീ തൃത്താലയിലെയും പൊന്നാനിയിലെയും പാവത്തോം വെച്ച് നടന്നാലേ ഇവിടെ പഴയ്ക്കാൻ പറ്റില്ല. എന്നാലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനിടയ്ക്ക് 2 തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്ന് പിടയ്ക്കാനുണ്ടോ? അല്ലെങ്കിലും ആ ശാരദാമ്മയ്ക്ക് ഇത്തിരി കൊമ്പ് കൂടുതലാ. വഴക്ക് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന എന്റെ പക്ഷം. തുടക്കക്കാരെ കുറച്ചൊക്കെ വരട്ടി തന്നെ നിർത്തണം. എന്റെ പ്രദേശ പീഡ് ഞാൻ അത്രയ്ക്ക് മുക്രയിട്ടവനാ. പിന്നെ തുടക്കക്കാരും കൂടെ അനുഭവിക്കട്ടെ. അത് എന്റെ അസൂയല്ലേടോ. ഒരു കണക്കിന് ശാരദാമ്മ എങ്ങനെയാ വഴക്ക് പറയാതിരിക്കുന്നേ? നല്ല ഒന്നാന്തരം സാരി, അതും ഫോറിനാണെന്നാ തോന്നുന്നേ. അതിൽ മഷി ഒഴിക്കാന്ന് വെച്ചാ അത് നല്ല സ്ഥാനത്ത്. ദേഷ്യം വരാതിരിക്കുവോ? ഉണ്ണി സാറ് ചെയ്തു വെച്ചൊരു പണിയേ. അതേതായാലും കലക്കിട്ടോ. അവര് തന്നെ അടുത്ത കാലത്തങ്ങ് മറക്കില്ല. ഞാൻ വേണം വെച്ചിട്ട് ചെയ്തതൊന്നുമല്ല, അറിയാണ്ട് പറ്റിയതാ. പിന്നെയും തുടങ്ങിയ ആളിച്ച് നിങ്ങൾ. എടോ, ഞങ്ങള് തമാശക്ക് തന്നെ ഒന്ന് വാരിയതല്ലേ. എടാ, ഇക്കണക്കിന് 2 പേര് ഇപ്പൊ പകലാണെന്ന് തറപ്പിച്ച് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമല്ലോ. ഇങ്ങനെ പാവത്താനായാലും അപകടമാണ്. മനുഷ്യനായ കുറച്ചൊക്കെ സെൻസ് വേണ്ടേ? എന്താണ് തമാശ, എന്താണ് കാര്യം എന്ന് തിരിച്ചറിയാണ്ട് പിന്നെ എങ്ങനാ? താൻ നല്ല ചോണയായിട്ട് നെല്ലടോ. 1 അല്ല 10 ശാരദാമ്മ വന്നാലും പുൽ പോലെ നമുക്ക് കൈകാര്യം ചെയ്യാം. വഴക്ക് പറഞ്ഞപ്പോ സങ്കടം തോന്നിയത് നേരാ, കരയാനും തോന്നി. അത്രേ ഉള്ളൂ, അതോടെ തീർന്നു. അല്ലാണ്ട് എനിക്ക് അവരോട് ദേഷ്യവും തോന്നിയില്ല. തെറ്റ് തിരുത്താനും ഞാൻ നന്നാവാനും വേണ്ടിട്ടല്ലേ ഒരു വഴക്ക് പറയണേ. പറഞ്ഞോട്ടെ, അതിനിപ്പെന്താ? നമ്മളൊക്കെ ഇപ്പൊ കളരിക്ക് പുറത്ത്. തോമാസേ,
ചേട്ടത്തിയാർ ഉറങ്ങി കാണും. അല്ല, ഒന്ന് തൊട്ട് നിൽക്കാൻ ഇത്തിരി കാന്താരി മുളകിന്റെ ചമ്മന്തി കിട്ടിയാലേ ഇവനെ അങ്ങ് തീർക്കായിരുന്നു. അവളിപ്പോ ഉറങ്ങിക്കാണും. ഉറക്കമെന്ന് വെച്ചാ അവക്ക് വലിയ പ്രിയമാണ്. ഉറക്കത്തിൽ നിന്ന് വിളിച്ച സ്വഭാവം മഹാമൂശേട്ടയാ. ഇത് തീർക്കാനിപ്പോ എന്തിനാ തൊട്ട് നിൽക്കുന്നേ? ഇങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പൊ തീർക്കണ്ട, കുറച്ച് ബാക്കിയായി പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. കഷ്ടം. ഒരു വെടിക്ക് മരുന്നിരിക്കുന്നത് നല്ലതാ. എന്നാ പോട്ടെ ഗോപി സാറേ. ആ ഉണ്ണി സാറേ, ഇന്നുള്ള സൗകര്യത്തിൽ കൂടുക. നാളെ ഞാൻ വേണ്ട ചെയ്യാ. അത് ഞങ്ങൾ നോക്കണം. പിന്നെ തോമസേ, ആ ചേട്ടത്തിയാർ ഉറക്കത്തിൽ വിളിച്ചെണിപ്പിക്കരുത്. അവരുടെ സ്വഭാവം മഹാമൂശേട്ടയാണ്. സാരി ചീത്തയാക്കിയതോ പോട്ടെ. എന്ത് ചെയ്താലും തലകിഴുക്കനെ ചെയ്യുള്ളൂ എന്ന് വെച്ചാലോ? ആ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എടുത്തോണ്ട് വന്നൊന്ന് കാണണം. എനിക്ക് കണ്ടിട്ട് കലി വന്നു. താൻ അയാളെ ചീത്ത പറയുന്നത് സൂക്ഷിച്ചു വേണം. വല്ലാണ്ട് വരണ്ടാറുണ്ടല്ലോ. നിന്ന നിൽപ്പിൽ മൂത്രം ഒഴിക്കും. കേട്ടിടത്തോളം അതാ കക്ഷിയുടെ പ്രകൃതം. വഴക്ക് പറയുമ്പോ ഇപ്പൊ കരയുന്നുള്ള ആ ഒരു ഭാവം കാണണം. പാവം തോന്നും കേട്ടോ. ഞാനങ്ങ് ഗൗരവം വിടാണ്ട് നിന്നേ ഉള്ളൂ. തന്റെ ആഫീസ് കൊള്ളാമല്ലോ. ഓരോന്നും ഓരോ ടൈപ്പാ. ഒരു തൊട്ടാവടി ഉണ്ടായിരുന്നല്ലോ, ഭർത്താവ് കണ്ണു വിളിച്ചൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങണ പെണ്ണ്. ശോ, കഷ്ടമുണ്ട് കേട്ടോ ശ്രീയേട്ടാ. തുളസി ഇന്ന് വരുമ്പോ നെറ്റിൽ ഇതേ ഇവിടെ ഇട്ടൊരു മുറിവ്. ആദ്യം പറഞ്ഞു വാതില് മുട്ടിയതാന്ന്. പിന്നെ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കായപ്പോ എന്റെ അടുത്ത് വന്ന് എല്ലാം പറഞ്ഞ് കരയാ. സാധുക്കുട്ടി, എന്താ അതിന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ തുടങ്ങിയേക്കണാവോ? കുറെയൊക്കെ ആ കുട്ടിയുടെയും കുഴപ്പമാ. എന്തായാലും ആ കുട്ടിയുടെ ഭർത്താവല്ലേ അയാൾ. അല്ല, ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ അത് ഈ കാണുന്നവരുടെ മുഴുവൻ എഴുന്നള്ളിക്കാൻ നടക്കണേ? ബാക്കിയുള്ളവരുടെ സിമ്പതി വാങ്ങാൻ. ഞാൻ പറയണ വെച്ചാൽ, ഈ കേൾക്കുമ്പോഴേക്കും അലിവ് കേട്ടാൻ തുടങ്ങണ നിങ്ങളൊക്കെ കൂടിയാ ഇതിന് വളം വെച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിലും ആണുങ്ങളൊക്കെ ഒരേ സ്വഭാവക്കാരൻ. അവരെന്തു പറയണോ അതാ ശരി. എന്തോ കുന്തം. രാവിലെ കുറച്ച് നടക്കാന്നുള്ളത് എന്റെ ഒരു ശീല. ഇത്രയും കാലം ഒറ്റക്കായിരുന്നു. താൻ വന്നതോടെ ഒരു കൂട്ടായി. നാട്ടിൽ വെച്ച് കൊച്ചുണ്ണി മാഷ് പറയായിരുന്നു, ഉണ്ണിയേ വയറ് കൂടിക്കൂടി വരണോ, കുറച്ച് നടക്കോ പോടുകയോ ഒക്കെ ചെയ്യണമെന്ന്. ഇപ്പൊ എങ്ങനെ എന്റെ ഗോപിയെ പുറച്ചേക്കുള്ള ബസ്സിന് പുറപ്പെട്ടാലേ സമയത്തിന് ഡിപ്പോയിലെത്തൂ. ഇരുന്ന് ഇരിപ്പിനുള്ള പണിയല്ലേ, പിന്നെ ഇങ്ങനെ വയറ് കാണാണ്ടിരിക്ക. ഇപ്പൊ പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഇതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. എവിടാ ഗോപിയുടെ വീട്? തൃപ്പൂണിത്തറയ്ക്കടുത്ത്, തിരുവാങ്കുളം എന്ന് പറയും. ഞാൻ അവിടെ എങ്ങും വന്നിട്ടേ ഇല്ല. തൃപ്പൂണിത്തറാന്ന് കേട്ടേ ഉള്ളൂ. അത്തച്ചമയം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രസിദ്ധല്ലേ. ആരൊക്കെയുണ്ട് ഗോപിയുടെ വീട്ടിലെ? എല്ലാരും ഉണ്ട്. എല്ലാരും വെച്ചാൽ എല്ലാരും വെച്ചാൽ എല്ലാരും. അതാ 3-4 ഭാര്യമാരും സ്വന്തമായിട്ട് 5-6 കുട്ടികളും. എന്ത് പറഞ്ഞാലും ഗോപിക്കൊരു കളി തമാശ. തുളസിയുടെ വീടായത്. ഏത്? നമ്മുടെ ഓഫീസിലെ? അപ്പൊ നമ്മളെങ്ങനെ ഇവിടെ കേറണുണ്ടോ? കേറിക്കളെ. ഇത് മിസ്റ്റർ ഉണ്ണി. എന്റെ പേര് ഗോപി. ഞങ്ങൾ മിസ്സസിന്റെ കൊളീഗ്സ് ആണ്. എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല, രാവിലെ നടക്കാൻ ഇറങ്ങിയതാ. വാതിക്കൽ ആളെ കണ്ടപ്പോ വെറുതെ ഒന്ന് കയറിയെന്ന് മാത്രം. പരിചയപ്പെടാമല്ലോ. അപ്പം പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഉണ്ടായിട്ടല്ല? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, പർപ്പസ് കണ്ടുകൊണ്ടേ എന്തും ചെയ്യൂ. അല്ല, എന്നെ പോലെ ആവണമെന്നില്ലല്ലോ യു പീപ്പിൾ. തുളസി അടുക്കളയിൽ ജോലിയിലായിരിക്കും. ഷീസ് ടേക്കിംഗ് എ ബാത്ത്. ബൈ, വിളിക്കണോ? വേണ്ട, ഞങ്ങൾ ഇറങ്ങുന്നു. സോറി ഇഫ് വി വർ ഡിസ്റ്റർബിംഗ്. ദാറ്റ്സ് ഓൾ റൈറ്റ്. യു വാണ്ട് ടു പ്രൂവ് ഐ വാസ് ലൈങ്. അതിലെ ഇവിടെ വന്ന എന്താ ഓഫീസിൽ വെച്ച് ഡെയിലി കാണുന്നില്ലേ? ആസ് ഇറ്റ്സ് നോട്ട് ഇനഫ്. രാവിലെ വീട്ടിൽ കയറി വന്നിരിക്കുന്നു നാശങ്ങള്. വായിച്ചു വന്ന ട്രെൻഡും വിട്ടുപോയി. The bloody guys around, they don't even let you concentrate. കയറുണ്ടായിരുന്നു. എന്താ ഗോപിയെ അയാൾ ഒരുമാതിരി? അയാൾ ഈശ്വരന് പറ്റിയൊരു കൈപ്പഴയാണ്. MA വരെ പഠിച്ചു, കുറെ കാലം റിസർച്ച് ചെയ്തു. തന്നെക്കാൾ വിവരം കുറവാണ് പ്രൊഫസർക്കെന്ന് തോന്നി ഇട്ടേച്ചു പോന്നു.
എല്ലാവരെക്കാളും കേവലം താനാണ് ധാർഷ്ട്യം. അതുകൊണ്ട് എന്താ ഒരാളുടെ കീഴിലും പണിയെടുക്കാൻ പറ്റണ്ടായി. എന്നാ പിന്നെ അയാൾക്ക് തനിച്ചെന്തെങ്കിലും ചെയ്തുകൂടെ? തനിത്തിരുന്ന ആനവണ്ട ഉണ്ടാക്കും. മനുഷ്യരെ വെറുപ്പിക്കാനും കുറെ പുസ്തകങ്ങൾ കരണ്ട് തിന്നാനും അല്ലാതെ അയാളെ എന്തിനാ കൊള്ളുക? അയാൾക്ക് എല്ലാരും സംശയവും പുച്ഛമല്ലേ, പിന്നെ എങ്ങനെ? പാവം തുളസി, ഈ ബോറിനെ എങ്ങനെ സഹിക്കുക? ഉണ്ണിക്കറിയോ, കല്യാണത്തിന് ശേഷം ആ കുട്ടിയെ ഓഫീസിൽ ആരും ഇതുവരെ തിരിച്ചു കണ്ടിട്ടില്ല. പുരാണത്തിലെ സീതയെക്കാളും ക്ഷമ തുളസിക്കുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ പണ്ടേ ആ കെട്ടുതാല് പറിച്ച അയാളുടെ മുഖത്തെറിഞ്ഞനെ. കഷ്ടം തന്നെ, ഇങ്ങനെ കുറത്ര തലവിധിയെ. എന്താ? കഴിഞ്ഞ മാസത്തെ റാ മെറ്റീരിയൽസിന്റെ കൺസംഷൻ റിപ്പോർട്ട് ഇതുവരെ പോയിട്ടില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് റിമൈൻഡർ വരെ വന്നു കഴിഞ്ഞു. രാമേട്ടനൊന്ന് എടുത്തു തരണം. സ്റ്റേഷനറി സ്റ്റാക്ക് വെരിഫൈ ചെയ്യാണ്. ഇന്ത്യൻ അയക്കേണ്ട സമയം കഴിഞ്ഞു. ഇനിയും വെച്ച് താമസിക്കാൻ പറ്റില്ല. ശാരദാമ്മ ഒരു കാര്യം ചെയ്യും, അയാളെ ഏൽപ്പിക്ക്. എടുത്ത് പഠിക്കട്ടെ. ഇത് ഇന്ന് 5 മണിക്ക് മുമ്പെങ്കിലും കിട്ടിയാലേ ചെക്ക് എഴുത്തി എനിക്ക് നാളത്തെ മേലെങ്കിലും അയക്കാൻ പറ്റും. ഇവിടെ ഏൽപ്പിച്ചാ എപ്പ കിട്ടാനാ? അങ്ങനെയൊന്നും ആരെക്കുറിച്ചും പറയരുത് ശാരദാമ്മേ. എല്ലാരും തുടക്കാരായിട്ട് എന്നെ പഴകുന്നേ. അങ്ങോട്ട് ഏൽപ്പിച്ചോളൂ. എന്താ വേണ്ട വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ആ അന്താളിച്ചെങ്ങനെ നിൽക്കാണ്ടേ താൻ ആ റിപ്പോർട്ട് എടുക്കുക. താൻ തനിക്ക് എടുത്താ ശരിയാവുന്നുള്ള സംശയം വെച്ചോണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുക താൻ ആദ്യം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫയലില് ഓരോ തവണയും എടുത്ത റാ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് കാണും. അത് കൺസ്യൂം ചെയ്തതിന്റെ കണക്ക് പ്രൊഡക്ഷൻ ഓഫീസിലെ റിപ്പോർട്ടിലുണ്ടാവും. അത് രണ്ടും വെച്ചോണ്ട് ഡേറ്റ് വൈസ് ആയിട്ട് മുമ്പത്തെ മാസത്തിൽ എങ്ങനെയാ റിപ്പോർട്ട് എടുത്തതെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് എടുത്തോണ്ടാ മതി. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും പഠിക്കണത്. ഒന്നുമില്ലേലും താനൊരു ആൺകുട്ടിയല്ലേ. രാവിലെ ഞാൻ ബോംബെക്ക് പോകും. വിൽ ബി ബാക്ക് ബൈ ഫ്രൈഡേ. പ്രൊഡക്ഷൻ ഓഫീസിലെ റിപ്പോർട്ട്സ് ഫോളോ അപ്പ് ചെയ്തേക്കും. ഓഫ് കോഴ്സ്, റെസ്റ്റ് യു നോ. വെരി ഗുഡ്. അപ്പൊ ഉണ്ണിക്ക് വേണമെങ്കിൽ നല്ലവണ്ണം ജോലി ചെയ്യാനും അറിയാലേ. വെൽ ഡൺ, റിയലി ഗുഡ്. ഇങ്ങനെ തന്നെ വേണം. താങ്ക് യു മാഡം. താൻ വായിച്ച കഥയാണോ? അയക്കാൻ വേണ്ടി പകർത്തുന്നതാ? അത് പറയാതെ തന്നെ മനസ്സിലായി. പുതിയത് വല്ലത് എഴുതാൻ തുടങ്ങുന്ന നേരമായിരുന്നെങ്കിൽ ആളെ കണ്ടാ തിരിച്ചറിയോ? കാലനക്കം കേൾക്കുമ്പോഴേ പറയാൻ തുടങ്ങില്ലേ, ഡിസ്റ്റർബ് ചെയ്യാതെ പൊയ്ക്കോ പൊയ്ക്കോന്ന്. പിന്നെ ശ്രീയേട്ടാ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ഉണ്ണി? വഴക്ക് പറയുമ്പോ കുറച്ച് മൂത്രമൊഴിക്കുന്ന കക്ഷിയല്ലേ? എന്തായി? അവസാനം ഫയർ ചെയ്ത് മൂത്രം ഒഴിപ്പിച്ചോ? ഏയ്, ആളങ്ങ് തെളിഞ്ഞു പോയി. ഇത്തിരി ടഫായിട്ട് ഒരു റിപ്പോർട്ട് എടുക്കാനുണ്ടായിരുന്നു. എനിക്ക് തീരെ ബോധ്യം ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ ആ രാമേട്ടനൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനതങ്ങ് ഉണ്ണിയേൽപ്പിച്ചു. എന്നിട്ട് കൃത്യം 4:30 മണിക്ക് ഒരൊറ്റ തെറ്റും കൂടാതെ റിപ്പോർട്ട് റെഡി. സത്യം പറയണമല്ലോ, അത്ര എളുപ്പത്തിൽ ആ റിപ്പോർട്ട് എടുക്കാന്ന് പറയണതേ കൊച്ചു കാര്യമൊന്നുമല്ല. ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ ശ്രീയേട്ടാ, എന്താ പറയാന്നിങ്ങനെ വീർപ്പടക്കി നോക്കി നിക്കുക.
ഞാൻ പറഞ്ഞു വെരി വെൽ ഡൺ, അസലായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണമെന്ന്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞാണ് കേട്ടോ. അപ്പൊ കാണണം ആ ഉണ്ണിയുടെ ഒരു മുഖം, സന്തോഷം കൊണ്ടങ്ങ് തുടുത്തിട്ട് കണ്ണൊക്കെ കുടുകുടാന്ന് നിറഞ്ഞ ഒരു ഒറ്റ വിതുമ്പല്. ആ ശ്രീയേട്ടാ, ഞാൻ തന്നെ അങ്ങ് വല്ലാണ്ടായിപ്പോയിന്നേ. പെട്ടെന്ന് ടവലും എടുത്ത് മുഖവും തുടച്ച് പിങ്ങി പൊട്ടിക്കൊണ്ട് താങ്ക് യു ഒരു പറച്ചിലും തിരിച്ചൊരൊറ്റ നടത്തവും. പാവം തോന്നി കേട്ടോ. കക്ഷി കൊള്ളാം, ഒരു രസിയൻ ക്യാരക്ടറാണല്ലോ. എന്താ ഇനി ആ പാവത്തിനെ കുറിച്ച് എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനാ? എടോ, ഈ എഴുത്തുകാരന്റെ റാ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നിന്നും കിട്ടുന്ന ഇത്തരം ചില നുറുങ്ങുകളും സൂചനകളുമാണ്. താനൊരു കാര്യം ചെയ്യും, ആ ഉണ്ണിയോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടൊന്ന് പെരുമാറുന്നു. അല്ല, താനൊന്ന് അഭിനന്ദിച്ചപ്പോഴേക്കും ആനന്ദാശ്രക്കൾ പൊഴിച്ചതാണല്ലോ വീരൻ. ഒരുപാട് സാധ്യതകളുള്ള ഒരു ക്യാരക്ടർ. എവിടേക്കാ പോക്കെന്നറിയാലോ.